കർത്താവ് ചെയ്യുന്നത് അങ്ങനെയാണ്. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം സൂക്ഷിക്കാവുന്ന, കല്ല് മാറ്റാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വക വാക്യങ്ങളൊക്കെ ഓർത്ത് നമ്മൾ ധൈര്യപ്പെടുവാൻ വളരെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുക. പല സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ച്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമ്മൾ ഒത്തിരി നന്മ അനുഭവിച്ചു. നമ്മൾ പലരും പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കൊത്തിരി കുറവുണ്ട്, എനിക്കൊത്തിരി അവിശ്വസ്തതയുണ്ട്, കർത്താവ് വിശ്വസ്തനായ പാർത്തു. ഈ കർത്താവ് വിശ്വസ്തനായ പാർത്തു എന്ന് പറയുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. ഇതെന്നറിയാൻ കാരണം കർത്താവ് ദൈവമാണ്. ദൈവത്തിന് വിശ്വസ്തനായിരിക്കാനേ പറ്റും. അതെന്തു വന്നാലും തൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരത്തില്ല. അത് നമ്മുടെ ജീവിതത്തെ ബേസ് ചെയ്തല്ല, നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെട്ടല്ല. നമ്മൾ മെച്ചമായി ജീവിക്കുന്നതുകൊണ്ട് കർത്താവ് നമ്മൾ മെച്ചമായിട്ട് ഇടപെടുകയല്ല ചെയ്യുന്നത്, കർത്താവിന് മെച്ചമായിട്ട് ഇടപെടാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഞങ്ങളുടെ അസംബ്ലിയിൽ ഈ ശുശ്രൂഷ ഇന്ന് രാവിലെ 9:30 മുതൽ 1 മണി വരെ ആയിരുന്നു. ഒരു സഹോദരൻ വാക്യം വായിച്ചിട്ട് കരഞ്ഞുപോയി. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞത്, ദൈവം മഹാകരുണയുള്ളവരായതുകൊണ്ടാണ് യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്നൊരു വാക്യം മലാഖി പ്രവചനത്തിലുണ്ട്. അത് വായിച്ചിട്ട് തന്നെ അവിടെ നിന്ന് കരഞ്ഞു. സത്യമല്ലേ? നമ്മൾ ജീവിച്ചിരിക്കുന്നതും സമാധാനമായിട്ട് പോകുന്നതും കർത്താവിന്റെ കരുണ ഒന്ന് മാത്രം കൊണ്ടാണെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഒത്തിരി പുതിയ തീരുമാനങ്ങളൊന്നും എടുക്കുകയൊന്നും വേണ്ട. കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം മുൻപോട്ട് പോകാം എന്നൊരു ആഗ്രഹം മാത്രം നമുക്ക് മതി. വളരെ ചുരുങ്ങിയ ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് എനിക്ക് ഇന്ന് കർത്താവ് പ്രേരണ തന്നത്. അത് ഒരു പ്രസംഗം എന്ന നിലയിലല്ല, ചില വാക്കുകൾ നിങ്ങളോട് ചേർത്ത് പറയുന്നത് എല്ലാവർക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിന്റെ ഒരു വാക്ക് നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ഡ്യൂട്ടോണമി ചാപ്റ്റർ 32 വേഴ്സ് 10, അതിന്റെ 32-ന്റെ 10-ാമത്തെ വാക്യം. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശത്തിലും കണ്ട് അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. ഇവിടെ മോശ ദൈവജനത്തെ ദൈവം പരിപാലിക്കുന്ന വിധങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ്. പല വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരപ്പൻ മകനെ പരിപാലിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴുകൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. കൺമണി പോലെ ദൈവം നമ്മളെ പരിപാലിച്ചു എന്ന എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വാക്കാണെന്ന് ഓർക്കണം. കൺമണി പോലെ എന്ന് പറഞ്ഞാൽ കൺമണി എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ ബാഹ്യ അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ വിരൽ കൊണ്ട് കണ്ണി കുത്താൻ പറ്റത്തില്ല. കണ്ണി കുത്താൻ ചെന്നാൽ പെട്ടെന്ന് കണ്ണങ്ങടി. ആ കണ്ണ് അടയണമെങ്കിൽ അതിന് കൈയൊന്നും വേണ്ട, കൈയുടെ സഹായമൊന്നും വേണ്ട, കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് അടയും. നാം യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ പൊടി വീണാൽ അത് സംഭവിക്കുന്നത് കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്. എന്താണെന്നറിയാമോ? ആ പൊടിയെ വാഷ് ഔട്ട് ചെയ്ത് കളയുക. കണ്ണിൽ പൊടി വീണാൽ വാഹനം നിർത്തിയിട്ട് അടുത്ത വീട്ടിൽ പോയി വെള്ളം വാങ്ങിച്ച് കൈയിൽ നിന്ന് അത്രയും സമയം എടുക്കുകയാണെങ്കിൽ കണ്ണിന് അപകടം ഉണ്ടാകും. അതുകൊണ്ട് പൊടി വീണ ഉടനെ കണ്ണിൽ വെള്ളം വരുന്നു, അത് വാഷ് ഔട്ട് ചെയ്തു പോകുന്നു. ഇതൊക്കെ ദൈവം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകമായ പദ്ധതിയാണ്. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു അവയവമാണ് കണ്ണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കണ്ണ് കേടുള്ളതെങ്കിൽ ശരീരം മുഴുവനും കേടുള്ളതാണ്. അപ്പൊ കണ്ണ് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ആ വാക്കാണ് മോശ ഇവിടെ പറഞ്ഞത്. ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ദൈവം ഇസ്രായേൽ മക്കളെ കാത്ത് അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവന്നു എന്ന ഒഴിക്കുന്ന ഓരോ സഹോദരന്മാർക്കും ആത്മാർത്ഥമായിട്ട് ഈ വാക്ക് എന്ന് പറയാൻ കഴിയുമല്ലോ, അല്ലെ? നിശ്ചയമായിട്ടും കഴിയും. കർത്താവ് തന്റെ കണ്ണിന്റെ ഇഷ്ടമണി പോലെ എന്നെ കാത്തു, എന്നെ പരിപാലിച്ചു, ഇത്രത്തോളം കൊണ്ടുവന്നു എന്ന് നമുക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ പറയുവാനായിട്ട് സാധിക്കും. എത്ര ശ്രേഷ്ഠമായ ഒരു പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മറ്റൊരു അവയവത്തോട് ചേർത്തല്ല അത് പറഞ്ഞത്. ഈ കണ്ണിന്റെ പ്രത്യേകത ഒറ്റ വാക്കോടെ പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകാം. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പല യൂസേജസ്, പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, കാലുള്ളപ്പോ കാലിന്റെ വില അറിയത്തില്ലെന്ന് കേട്ടിട്ടുണ്ടോ?
ഇല്ല. കൈയുള്ളപ്പോ കൈയുടെ വലിയ അറിയത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ കണ്ണിന്റെ കാര്യം വരുമ്പോഴോ? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വരെ അറിയത്തില്ല. ഒറ്റ അവയവത്തിന്റെ കാര്യം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അത്ര പ്രാധാന്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്ക് കൂടി ഉപയോഗിച്ചത്. അപ്പൊ ദൈവം നമ്മളെ കരുതുന്നത് തന്റെ കണ്ണിന്റെ കൃഷ്ണമണി, തന്റെ കണ്ണിന്റെ കൃഷ്ണമണി. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്, ഞാൻ ആ വാക്ക് അവിടെ തൽക്കാലം അവസാനിപ്പിക്കുക, അനുഭവിച്ച കാര്യങ്ങളാണ്. അനുഭവിച്ച കാര്യങ്ങളാണ്. 82 വയസ്സിന്റെ കാര്യം പറഞ്ഞു, പലർക്കും പല കാര്യം പറയാനുണ്ട്. നമ്മൾ ഇന്ന് വരെ വന്നത്, അനുഭവിച്ചത് കർത്താവ് തന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മളെ പരിപാടിച്ചോടെ വരെ കൊണ്ടുവന്നു. അതൊരു എക്സ്പീരിയൻസാ, അത് നമുക്ക് മറക്കണ്ട. മേലാലും അതങ്ങനെ തന്നെ ചെയ്യുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം എന്നാ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വായിക്കുന്നത് ഹി സെയിം, അവൻ ഒരുപോലെയുള്ളവനാ, മാറ്റമില്ലാത്തവനാ. നാളെയും അവൻ നമ്മെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ചുകൊള്ളും, സംശയമില്ലാത്ത കാര്യമാണ്. ഇനി ഒരു വാഗ്ദത്തം നമുക്ക് വായിക്കാം. സക്കറിയാവിന്റെ പ്രവചനം, അതിന്റെ 2-ാമത്തെ അധ്യായം. അപ്പോൾ നാം വായിച്ചത് നാം അനുഭവിച്ച കാര്യമാണ്, എക്സ്പീരിയൻസ് ആണ്. സക്കറിയാവിൽ പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. സക്കറിയാവിന്റെ പ്രവചനം 2-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അതൊരു വാഗ്ദത്തം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. അതൊരു വാഗ്ദത്തമാണ്. നാളെ നമ്മൾ ഇന്നത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. പുതിയ വർഷത്തിലേക്ക് നമ്മൾ ആവേശത്തോടെ പ്രവേശിക്കാൻ പോകുക. നാളത്തേക്ക് നമുക്കൊരു വാഗ്ദത്തമുണ്ട്. നമ്മളെ തൊടുന്നവൻ കർത്താവിന്റെ കൺമണിയെ തൊടുന്നു. മുമ്പ് പറഞ്ഞതിനെ പോലെ തന്നെയാണ് അത് അനുഭവിച്ച കാര്യം. ഇനിയും അനുഭവിക്കുവാൻ പോകുന്ന വാഗ്ദത്തം. കർത്താവ് ഒരു വാഗ്ദത്തം തന്നാൽ അവൻ നിശ്ചയമായിട്ടും അത് നിറവേറ്റും. ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുക, നമ്മുടെ നന്മ കണ്ടുകൊണ്ടല്ല നിറവേറ്റുന്നത്, നമ്മുടെ ജീവിതത്തിലെ മെച്ചമായ സാഹചര്യം കൊണ്ടല്ല. നാം ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എടുക്കുന്ന പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കുമോ ഇല്ലയോ എന്ന് നോക്കിയുമല്ല, രക്ഷിച്ചു എന്ന ഒരേ ഒരു കാരണത്താൽ നാളെയും അവൻ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തുകൊള്ളും. അത് വാഗ്ദത്തം. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരന്മാരെ, നമുക്ക് നാളെ കുറിച്ച് ഭാരപ്പെടുവാൻ ആവശ്യമില്ല. നാം കേട്ടല്ലോ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാം. എല്ലാത്തിലും പ്രാർത്ഥനയാൽ കർത്താവിലേക്ക് ചെല്ലുക, സ്തോത്രത്തോടെ അറിയിക്കുക, സമാധാനത്തോടെ ജീവിക്കുവാനായി സാധിക്കും. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞത്, മുൻപിൽ ഒരു ചുവട് വെപ്പാൻ മാത്രം ഇത് കാണും. മുമ്പിൽ ഒരു ചുവട്, അത് പോരെ. ആ പാട്ടുകാരൻ പാടിയ പാട്ടിന്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ലെങ്കിൽ, ഞാൻ ഈ അടുത്ത ദിവസം ഒന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരു ചുവടല്ലാതെ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അത്ര പറ്റൂ, ഒരു ചുവട് വെക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യുന്നത്? ഒരു ചുവട് വെക്കുന്നു. 2 ചുവട് ഒന്നിച്ച് വെക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു ചുവട് വെക്കുവാൻ കാണുന്നു, അത് മതി. അതങ്ങോട്ട് വെച്ചു കഴിയുമ്പോൾ അടുത്തതിനുള്ള വഴി കർത്താവ് കാണിച്ചു തരും, അവൻ നമ്മളെ നടത്തിക്കോളും. മാത്രമല്ല, അടുത്ത ചുവട് അറിയാതെ ഇരിപ്പതെന്ത് അനുഗ്രഹം. ഒരു സഹോദരി ഇവിടെ പറഞ്ഞു, സ്കൂട്ടർ യാത്ര ചെയ്തപ്പം ആക്സിഡന്റ് ഉണ്ടായി. നമ്മളൊക്കെ ഞങ്ങളും പ്രാർത്ഥിച്ച. പിന്നെ വന്ന് കാണുമ്പോൾ അറിയുന്നത് ഈ സഹോദരിയാണല്ലോ. അപകടം ഉണ്ടായി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അപകടം ഉണ്ടാകും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ യാത്ര ചെയ്യുവാനോ? ഇല്ല, നമ്മൾ ആരും അങ്ങനെ പോകത്തില്ല. അതാണ് അടുത്ത ചുവട് നമ്മളെ അറിയിക്കത്തില്ല. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും കർത്താവ് അറിയിക്കത്തില്ല. എന്താണെന്നറിയാമോ? നമുക്ക് അടുത്ത ചുവട് തിന്മയാണെങ്കിൽ നമ്മളെ അറിയിച്ചാൽ നമ്മൾ നിരാശപ്പെട്ടു പോകും. നന്മയാണെങ്കിൽ നമ്മളെ അറിയിച്ചാൽ നമ്മൾ നിഗളിച്ചു പോകും. അതുകൊണ്ട് നന്മയായാലും തിന്മയായാലും അടുത്ത ചുവട് അവൻ അറിയിക്കത്തില്ല. എന്തെന്നറിയാമോ? രണ്ടായാലും കർത്താവിൽ തന്നെ ആശ്രയിച്ച് മുൻപോട്ട് പോകേണ്ടതിനാണ്. അപ്പൊ ഒരു നിമിഷം പോലും നിങ്ങളും കർത്താവിൽ ആശ്രയിക്കാതെ മുൻപോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കാത്തത് കൊണ്ട് അടുത്ത ചുവട് നന്മയോ തിന്മയോ അത് നമ്മളെ അറിയിക്കത്തില്ല. ഇതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. അടുത്ത ചുവടിൽ അവൻ കൺമണി പോലെ കാത്തുകൊള്ളും. നമ്മെ തൊടുന്നവൻ അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് പറഞ്ഞത് അത് സമ്മതിക്കുന്ന കാര്യമാണോ? അല്ല, സമ്മതിക്കത്തില്ല. ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നമ്മളെ കരുതിക്കൊള്ളും. ഇനി അവിടുന്ന് അടുത്തൊരു വാക്ക് പറയാനുള്ളത്, നമുക്ക് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാം. എന്ത് പ്രാർത്ഥിക്കാം? കർത്താവ്, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വർഷം നീ ഞങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ചു. നാളെ മുതൽ നീ ഞങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ചോണമെന്ന് വാക്യം തന്നിട്ടുണ്ട്. ഞങ്ങളെ തൊടുന്നവൻ നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്നുള്ള വാക്യം ഞങ്ങൾ ആ വാഗ്ദത്തത്തിൽ ആശ്രയിക്കുന്നു. ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ
കാത്തുകൊള്ളണേ. അങ്ങനെ പ്രാർത്ഥിക്കണോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കണം. അനുഭവം ഒന്നുണ്ട്, നാളത്തേക്ക് വാഗ്ദത്വമുണ്ട്. പിന്നെന്തിനാ പ്രാർത്ഥിക്കാൻ ചോദിച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നു. എങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. നമ്മുടെ കാര്യം അറിയാം, നാളത്തേക്കുള്ള കാര്യം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നാളെ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്ന കർത്താവിന് അറിയാം. അതിനുള്ള സംരക്ഷണം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും പ്രാർത്ഥിക്കുക എന്നുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മുടെ പ്രിവിലേജാണ്, നമ്മുടെ പദവിയാണ്. രണ്ട്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ നിറവേറ്റി പറ്റത്തുള്ളൂ. ആ വാക്ക് നമുക്കിത് വായിക്കാം. 17-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ദാവീദ് വളരെ സന്തോഷത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വാക്കാണ് Psalms 17:8. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ നിശ്ചയമായിട്ടും. ദാവീദ് പ്രാർത്ഥിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദ് ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ അത് അനുഭവിച്ചറിയുന്നതാണ്. പാറക്കെട്ടിൽ താമസിച്ചു, വനത്തിൽ താമസിച്ചു, ഗുഹയിൽ താമസിച്ചു, പട്ടിണി കിടന്നു, മരണത്തിന്റെ പക്കമുള്ള സമയങ്ങളുണ്ട്, ശത്രുവിന്റെ കയ്യിൽ പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കർത്താവ് പരിപാലിച്ചതാ. എന്നിട്ടും താൻ പറയുന്നു, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, ധൈര്യമായി പ്രാർത്ഥിക്കാം. എന്നാൽ ഞാൻ അടുത്ത് പറയാൻ വരുന്ന കാര്യമാണ് നമ്മുടെ ഉത്തരവാദിത്വം. പ്രാർത്ഥിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, പദവിയുണ്ട്, ഭാഗ്യമാണ്. കർത്താവ് കേൾക്കും, നമ്മളെ സഹായിക്കും. എന്നാൽ നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായിരിക്കട്ടെ നമ്മുടെ പുതിയ വർഷത്തിലെ പുതിയ തീരുമാനം. അതെന്താണെന്ന് ചോദിച്ചാൽ, സദൃശ്യവാക്യങ്ങൾ 7-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, Proverbs chapter 7:2. സദൃശ്യവാക്യം 7-ന്റെ 2-ാമത്തെ വാക്യത്തിൽ ആ സദൃശ്യവാക്യം എഴുതിയ ആള് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ. അപ്പൊ നമ്മളിങ്ങനെ കർത്താവിനോട് കർത്താവിനെ കാത്തുകൊള്ളണേ, കാത്തതിന് സ്തോത്രം, നാളെ കാക്കുമല്ലോ, ഇനി കാത്തുകൊണേ എന്നൊക്കെ പറയാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പാക്കണം. ഞാൻ അവന്റെ കൽപ്പനകളും ഉപദേശങ്ങളും എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്നുണ്ടോ? കർത്താവ് കാത്തോളും. കർത്താവ് കാക്കുന്നത് താൻ ദൈവമായതുകൊണ്ട് വാക്ക് മാറത്തില്ല. അവൻ വിശ്വസ്തനാണ്. അവൻ കണ്ണിന്റെ കൃഷ്ണമണി കാക്കാന്ന് പറഞ്ഞാൽ കാത്തിരിക്കും, സംശയമില്ല. നമ്മളെ വിട്ടുകളയത്തില്ല, അബദ്ധത്തിലാകത്തില്ല, അപകടത്തിലാകത്തില്ല. ആയാലും കരുതിക്കൊള്ളു. എന്നാൽ ചോദിക്കുന്നത് ഇതാണ്, നീ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ധൈര്യത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്? ഏത് ധൈര്യത്തോടെ? ഞാൻ നിന്റെ കൽപ്പന ഉപദേശവും എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്നുണ്ട് എന്ന് കർത്താവിനോട് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഉറപ്പില്ലെങ്കിൽ തീരുമാനമെടുക്കണം. ഞാൻ ഒത്തിരി കർത്താവിനോട് ചെയ്തുകളെന്നൊന്നും ആരും തീരുമാനമെടുക്കണ്ട. കർത്താവിന്റെ വചനം ഞാൻ വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് അത് പാലിക്കും. അതവിടെ പറഞ്ഞതിന്റെ ആശയം, അത് പാലിക്കും. ഞാൻ അനുസരിക്കാം കർത്താവെ, ഞാൻ അനുസരിക്കാം. നിന്റെ വചനത്തെ, നിന്റെ ഉപദേശത്തെ, നിന്റെ പ്രമാണത്തെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തുകൊള്ളാം. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈ പറയുന്നത്, ഒരു ബുദ്ധിമുട്ടുമില്ല. വചനം പാലിക്കാൻ എന്നാ ബുദ്ധിമുട്ട്? വചനം അനുസരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അനുസരിക്കാൻ കഴിയാത്ത യാതൊരു കൽപ്പനയും ദൈവം നമുക്ക് തന്നിട്ടില്ല. നാം വായിക്കുന്നു യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. നൺ ഓഫ് ഹിസ് കമാൻഡ്മെന്റ്സ് ആർ ബർഡൻസം. അവന്റെ ഒരു കൽപ്പനയും ഭാരമുള്ളതല്ല. എല്ലാം നമുക്ക് വഹിക്കാവുന്നതേ ഉള്ളൂ, സഹിക്കാവുന്നതേ ഉള്ളൂ, ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് ഇങ്ങോട്ട് ഈ സമയത്ത് ആവശ്യപ്പെടുക, ചില മണിക്കൂറേ ഉള്ളല്ലോ ഈ വർഷത്തോട് കടന്നു പോകാനായിട്ട് ആവശ്യപ്പെടുക, ഞാൻ നിന്നെ എന്തായാലും കണ്ണിന്റെ കൃഷ്ണമണി കാത്തുകൊള്ളാം. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നീ എന്റെ വചനത്തെയും എന്റെ ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ. എന്തിനാ കാക്കെന്ന് ചോദിച്ചാൽ, അങ്ങനെ കാത്തെങ്കിലേ കർത്താവ് കാക്കത്തുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അങ്ങനെ കാത്തെങ്കിലേ നമുക്ക് ദൈവസന്നിധിയിൽ കോൺഫിഡൻസ്, ധൈര്യത്തോടെ, ഉറപ്പോടെ നിൽക്കാനായിട്ട് കഴിയുന്നു. ഇല്ലെങ്കിൽ എപ്പോഴും കുറ്റബോധമുള്ളവരായി ജീവിക്കേണ്ടി വരും. കുറ്റബോധമുള്ളവരായി കർത്താവിനെ അനുഭവിച്ചാൽ 2026 ഡിസംബർ മാസം 31 ദിവസം തരുന്നെങ്കിൽ അന്ന് എഴുന്നേറ്റ് പറയും, ഞാൻ അവിശ്വസ്തനായി കാത്തു. സഹോദരിമാരും പറയും, സഹോദരന്മാരും പറയും. എന്താ കാരണം?
ഇതാകാം. അവന്റെ പ്രമാണം, അവന്റെ കൽപ്പന കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തില്ല. ആ കാക്കാതെ വന്നിടത്തോളം കാലം നമ്മൾ എപ്പോഴും അവിശ്വസ്തരായിരിക്കും. നമുക്ക് എപ്പോഴും കുറവുണ്ടെന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ചോദിക്കുന്നത് 5, 8, 10, 30, 40 വർഷമായി ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭാബന്ധത്തിൽ വന്നിട്ട് ഇനി എന്നാ നമ്മൾ നല്ല സാക്ഷ്യം പറയുന്നത്? പരാജയപ്പെട്ടു പോയി, വീണുപോയി, അവിശ്വസ്തമായി കാണിച്ചു പോയി. ഈ വാക്കൊന്ന് ഒഴിവാക്കുന്നത് എന്നാ? അത് ഒഴിവാക്കാൻ മാർഗമായി പറഞ്ഞത് എന്തുവാ? നിന്റെ കൽപ്പന, നിന്റെ പ്രമാണം ഞാൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കാം. അത് മാത്രമല്ല, രണ്ടാമതൊരു കാര്യം കൂടി ചെയ്യണം. ലമന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഒരു വാക്കൂടെ പറയുന്നുണ്ട്. വചനത്തെ കുറിച്ച് മാത്രമല്ല, വിലാപങ്ങൾ 2:18. നിന്റെ കൺമണി വിശ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ നീ കണ്ണുനീരോട് പ്രാർത്ഥിക്കണം. നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. എപ്പോഴെന്ന് അറിയാമോ? തീരെ നിവൃത്തിയില്ലാത്ത കാര്യം വരുമ്പോൾ, അത് സ്വന്തം കാര്യം വരുമ്പോൾ. നമ്മളെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അന്യോന്യം പറയുന്നത് സഹോദര അതുപോലെ കൈ കൊടുക്കും, സഹോദരി അതുപോലെ കൈ കൊടുക്കും. സഹോദരിയുമാണെങ്കിൽ ഈ സഹോദരന്റെ അർത്ഥം എന്തുവാ? സഹ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവരാ, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരെന്ന് എന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ മറ്റൊരുത്തരുടെ ആവശ്യവും മറ്റൊരുത്തരുടെ ഭാരവും മറ്റൊരുത്തരുടെ വേദനയും എന്റെ വേദനയായിട്ട് കാണുവാൻ എന്നെ കൊണ്ട് സാധിക്കണം. ഞങ്ങൾ ഒരപ്പന്റെ മക്കളാണ്, ഒരപ്പത്തിന്റെ അംശികളാണ്. ആ ബന്ധം വരുമ്പോൾ പ്രയാസമോ രോഗമോ അപകടമോ കഷ്ടമോ ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കാര്യം പോലെ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. നിന്റെ കൃഷ്ണമണിക്ക് വിശ്രമം കൊടുക്കരുത്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അപ്പോ കണ്ണിന്റെ കൃഷ്ണമണി പോലെ വചനം പാലിക്കണം. കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകി നിലയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കണം. ഈ ചുമ്മാതെ കരയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ചില സൗകര്യമാർക്കൊക്കെ നല്ല എക്സ്പെർട്ടാണ് പെട്ടെന്ന് കരയാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ. സോറി കേട്ടോ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ആത്മാർത്ഥമായിട്ട്, ഹൃദയംഗമായിട്ട്, ഹൃദയം തകർന്ന് ഭാരത്തോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിലാരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിച്ചു 4, 5, 6 വർഷമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നേ? കണ്ണുനീരോട് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിൽ സുവിശേഷ വേദിക്ക് പോയിട്ട് 3, 4 വർഷമായിട്ട് ഒറ്റ ആത്മാവിനെ കിട്ടിയില്ല. നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥിക്കും. ആ കണ്ണുനീർ ഇവിടെയും വേണം. അവിടെ ജനിക്കുക, ഇവിടെ വീണ്ടും ജനിക്കുക. ആ ജനനത്തിന് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ വീണ്ടും ജനനത്തിന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായല്ലോ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സ്വാർത്ഥത വേണ്ട. എന്റെ കാര്യമായിട്ട് എല്ലാ കാര്യവും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു പ്രസംഗം പോലെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ചിന്ത നിങ്ങളോട് പറയുക. കർത്താവ് കൃഷ്ണമണി പോലെ നമ്മളെ കാക്കും ഇന്നുവരെ. അവൻ നാളെ കൃഷ്ണമണി പോലെ കാക്കും. അതിന് മാറ്റം ഒരിക്കലും വരത്തില്ല. എന്നാൽ നമ്മോട് ആവശ്യപ്പെടുന്നത്, ഒന്ന്, അവന്റെ വചനത്തെ, അവന്റെ പ്രമാണത്തെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞാൻ കാക്കണം. 2, കണ്ണിന്റെ കൃഷ്ണമണിക്ക് വിശ്രമം കൊടുക്കാതെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അതോട് പറയണമല്ലോ. അങ്ങനെ നാം ചെയ്യുന്നില്ലെങ്കിൽ സദൃശ്യവാക്യങ്ങൾ 28-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. 28:9 സദൃശ്യവാക്യം 28:9. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് പറഞ്ഞ ആശയം എന്നാ? എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടുമെന്ന് പിന്നെ പ്രതീക്ഷിക്കണ്ട. മനസ്സിലായോ? നമ്മള് കർത്താവ് ചോദിക്കുന്നത്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ചില പ്രബോധനങ്ങള്, ചില വചനങ്ങള് അങ്ങോട്ട് പറയാനുണ്ട്. നീ അത് കേട്ട് ഗ്രഹിച്ച് കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുക നിനക്ക് താല്പര്യമില്ല. നീ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സഹായിക്കണമേ, പരിപാലിക്കണമേ, സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അത് തെറ്റത്തില്ല. ന്യായപ്രമാണം കേൾക്കാതെ അനുസരിക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതിന് മറുപടി തരണാനായിട്ട് കർത്താവിന് ഉത്തരവാദിത്വം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ധൈര്യമായിട്ട് പ്രാർത്ഥിച്ച് വാങ്ങിക്കണമെങ്കിൽ, ചോദിച്ചു വാങ്ങിക്കണമെങ്കിൽ നാം അനുസരിക്കുന്നതായിരിക്കണം. ഇതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആശയവിനിമയം. വചനം വായിക്കുമ്പോൾ, വചനം പാലിക്കുമ്പോൾ നാം കർത്താവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം കർത്താവിനോട് പറയുക. അങ്ങോട്ട് പറയുന്നു, ഇങ്ങോട്ട് പറയുന്നു. പ്രാർത്ഥനയിൽ അങ്ങോട്ട് പറയുന്നു, വചനമായാലും ഇങ്ങോട്ട് പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥരായി. അങ്ങനെയാണെങ്കിൽ പിന്നെയും വന്നിട്ട് അടുത്ത വർഷം സമയമുണ്ടെങ്കിൽ പരാജയപ്പെട്ടു എന്ന് പറയും. വേണ്ട, നമുക്കിനി അത് പറയണ്ട.
നമുക്ക് ദൈവം അനുഭവിച്ച അടുത്ത വർഷം കർത്താവ് വളരെ സഹായിച്ചു. കർത്താവിനോട് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് സന്തോഷത്തോടെ പറയണം. പുകഴ്ചയായിട്ടല്ല, സന്തോഷത്തോടെ പറയണം. അതിനുവേണ്ടി നമുക്ക് കർത്താവിന്റെ വചനത്തെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കാം, സൂക്ഷിക്കാം, കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. കർത്താവ് സമയങ്ങൾ തരുന്നെങ്കിൽ വിശ്വസ്തമായിട്ടത് പ്രയോജനപ്പെടുത്തി അനേകർക്ക് ആശ്വാസമായിട്ടൊരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ എവരെയും സഹായിക്കട്ടെ. നമ്മളായിരിക്കുന്ന പ്രാദേശിക സഭയിൽ നാം ഒരു അനുഗ്രഹ വിഷയമായിട്ട് തീരട്ടെ. നാം പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം മറുപടി തരട്ടെ. പലരും രക്ഷിക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിച്ചു, അവർ രക്ഷിക്കപ്പെടട്ടെ. സഭയുടെ അതിന് ഒന്ന് വിസ്താരപ്പെടട്ടെ. എണ്ണത്തിലും ഗുണത്തിലും നമുക്കൊന്ന് വളർന്ന് ബലപ്പെട്ടു വരാം. അതിനൊക്കെ നമ്മുടെ തീരുമാനം, നമ്മുടെ മുൻപുള്ള പോക്ക് സഹായകമായി തീരും. അങ്ങനെ തീരുവാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പുതിയ വർഷത്തിൽ കർത്താവ് ധാരാളം ആത്മീയ നന്മകൾ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകളെ സൗകരിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം